എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് ത്രോണോക്സിയിലെ നാനുവ സീരീസിൻ്റെ എപ്പിസോഡ് 28 ഓക്കെ. അപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ കാണിക്കുന്നത് നല്ലവണ്ണം അടി വാങ്ങിയ സോഡില്ലാതെ ഷീൽഡില്ലാതെ തോൽക്കുമെന്ന രീതിയിൽ നൽകുന്ന ഹാവച്ചൻ അവ പ്രതീക്ഷിച്ച പോലെ കാര്യം നടന്നില്ല എന്ന് മാത്രമല്ല, വാങ്ഷി ഒരു ലെവൽ 5 കൂടിയാണ്. അതുപോലെ അവൾക്ക് അറ്റാക്ക് വാങ്ങുന്ന ഒരു സ്ട്രെങ്ത് കൂടി വരുന്നത് പോലെയായി. ഇപ്പോഴാണ് ഹാവച്ചൻ ഹായുവിനെ എടുക്കുന്നത്. അവൻ വന്ന ഉടനെ 3 റിങ് പോലെ കൊടുത്തു. ലൈറ്റ് അവന് എനർജിയായും, വിൻഡ് അവന് സ്പീഡായും, ഫയർ അവന് സ്ട്രെങ്തായും മാറി. അവൻ്റെ ഇല്ലാത്തയായ സോഡ് അതെടുത്ത് അത് ലൈറ്റ് കൂടി ചേർത്ത് സോഡാക്കി മാറ്റിയിട്ട് പിന്നെ അറ്റാക്ക് ചെയ്യുന്നു. അതല്ല അവൾക്ക് നേരെ വരുമ്പോൾ ഇതാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞു വന്ന് ആ അറ്റാക്ക് എല്ലാം വാങ്ങുന്നു. അത് ഹാവച്ചനും കണ്ടിട്ട് മനസ്സിലായില്ല. ഇവൾക്ക് വട്ടാണോ എന്ന് റൺവോ പൊങ്ങ്. അവൾക്ക് ആ അറ്റാക്കിൽ നല്ല പരികൊറ്റി തെറിച്ച് ബാഗിലോട്ട് പോയി. എന്നിട്ട് നിന്റെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് സ്കില്ല് എടുക്കുമെന്ന് പറഞ്ഞ് നൽകുന്നു. ആൾറെഡി അവൾക്ക് നല്ലവണ്ണം ഇഞ്ചർ പറ്റി. അവൻ ഹായുവിനോട് പറഞ്ഞ ഒരു സ്കില്ല് അത് എടുത്ത് എന്നിട്ട് അവളോട് നീ നിന്റെ ലൈഫ് ഡേഞ്ചറിലാക്കുകയാണ്. അത് കേട്ട് നീ എന്താ പറയുന്നത്, ഇത് ബാറ്റിൽ ഫീൽഡാണ്, എനിമിയെ കൊല്ലണം, അല്ലാതെ എന്ന് പറഞ്ഞിട്ട് യങ്ങറിനെതിരെ ഉപയോഗിക്കുമെന്ന ആ സ്കില്ല അത് എടുക്കുന്നു. ഹാവച്ചന് അതാണ് വിചാരിക്കുന്നത്. അതിന്റെ പവർ അത്ര ടെറിഫിക് ആയിരുന്നു. ഹായു കാണുന്നുണ്ട് അവിടെ വന്ന അവർ അത് കാരണം എല്ലാം ഷേക്കാകാനായിട്ട് തുടങ്ങി. അവരുടെ വെപ്പൺസ് അതെല്ലാം മുകളിൽ നിന്നും വരുന്നത് ഒരു ഷീൽഡായിരുന്നു. അതിന്റെ പ്രസൻസ് കണ്ടപ്പോഴേ ഹായു ഹാവച്ചനെ വെച്ച് മാറ്റിക്കളഞ്ഞു. അവിടെ ചുറ്റുമുള്ള ബാരിയർ വരെ പൊട്ടിപ്പോയി. എങ്കിലും പെട്ടെന്ന് തന്നെ അത് റിക്കവർ ചെയ്തു. ഇത് കണ്ട് ജെയിന്റ് സ്പിരിറ്റ് ഗോൾഡ് ഷീൽഡോ എന്ന് പറഞ്ഞ ഷോക്ക് ആർക്ക് റൺവോ കൊങ്ങിന്. ഹാവച്ചന് ഇതിന്റെ പ്രസൻസ് ത്രോണിന് സമാനമായിട്ടുള്ളത് പോലെ ഉണ്ടല്ലോ എന്നാണ് വിചാരിക്കുന്നത്. ഇതൊരു വെപ്പൺ കൂടിയാണ്. 1000 വർഷങ്ങൾക്ക് മുൻപ് ഇതെല്ലാം ഇല്ലാതായതാണ്. അങ്ങനെയെങ്കിൽ വാങ്ഷി അതിന്റെ പാരമ്പര്യം അങ്ങനെ എന്താ പറയല്ല അതിലുള്ളതാണ്. അതുകൊണ്ടാണ് അവൾ ഇത്രയും ഇഞ്ചുറി വാങ്ങിയിട്ടും അവൾക്ക് അധികം പരിക്ക് പറ്റാതെ സ്ട്രെങ്ത് കൂടിക്കൊണ്ടിരിക്കുന്നതും. വേറെ ഒരു പ്രാവശ്യം ഇത് വന്നിട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ ഈ ജെയിന്റ് സ്പിരിറ്റ് ഗോൾഡ് സ്കാർഡ് ആർട്ടിഫാക്റ്റ് ആണ്, പിന്നെ അപ്പിയർ ആയിട്ടില്ല. അതേസമയത്ത് അവൾ അറ്റാക്ക് ചെയ്യുന്നേറ്റവും ആ ഗോഡ് ഷീൽഡ് അങ്ങനെ പറയണു. അത് ഷീൽഡ് ആർട്ടിഫാക്റ്റ് എന്ന് പറയണു. അത് അടുത്ത എപ്പിസോഡ് തൊട്ട് പറയാം. അങ്ങനെ പറയാം. അത് യൂസ് ചെയ്യാനായിട്ടും ചുറ്റുമായിട്ട് കറക്കി അവിടെ ഉള്ളവരെയും ഷീൽഡ് വെച്ച് അറ്റാക്ക് എന്ന് അതിശയം. അവൾ അതെടുത്ത് കയറി അതിന്റെ മുകളിൽ കയറുമ്പോൾ ആ ഗോഡായ ആളെ കാണാമെന്ന് തോന്നുന്നു. പിന്നെ അതിന്റെ അറ്റാക്ക് ഹാവച്ചൻ ആദ്യം മാറി പോയി. പിന്നെ ഹായു കൂടി ഹെൽപ്പ് ചെയ്ത് അങ്ങനെ പോകുന്നു. ഈ എനർജി വളരെ സ്ട്രോങ് ആണ്. നോർമലായ ആൾക്ക് ഇത് സർവൈവ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ അത് കഴിയുമ്പോൾ നേരെ താഴേക്ക് വരുന്നു. അതിലേക്ക് പവർ കൊടുത്തു. അത്രയും സ്ട്രോങ് ആയതാണ്. ഇതൊരു ലെവൽ 5 നിന്നും വരുന്നതാണോ എന്ന് പറഞ്ഞാണ് ആ ആൾക്ക് അതിശയം. പെട്ടെന്നാണ് ആ ഷീൽഡിന് മാറ്റം വരികയും അവിടെ മുഴുവൻ തകരാറാകുന്നത് പോലെ അവൾക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത രീതിയിലായി. അവളുടെ എനർജി അത് മുഴുവൻ അതിലേക്ക് വലിച്ചെടുക്കുമ്പോൾ റൺവോ കൊങ്ങ് ഇത് നിർത്ത്, വാരിട്ടമുള്ള ചീഫാണ് പറയുന്നത് എന്നൊക്കെ പറയണ. എന്നാ കേട്ടില്ല. അവസാനം അവൾ അതിലേക്ക് കയറിയ മുഴുവൻ പവേഴ്സ് അത് ഹാവച്ചന് നേരെ വിട്ടു. അത് എതിർക്കാൻ സോഡ് വെച്ച് നിന്നു. എന്നാൽ ഹായുവിന് മനസ്സിലായി അത് കഴിയില്ലെന്ന്. അതുകൊണ്ട് തന്നെ ഒറിജിനൽ ഫോം എടുത്ത് തടയിലേക്ക് പോകുന്നു. അപ്പോൾ തന്നെ ഹാവച്ചൻ അവന്റെ ഒരു അൾട്ടിമേറ്റ് സ്കില്ല് അത് യൂസ് ചെയ്ത് ആ വന്നത് സ്കില്ലിനെ ബ്രേക്കാക്കി. അങ്ങനെ അതവിടെ കഴിഞ്ഞു. നോക്കുമ്പോൾ റൺവോ കൊങ്ങ് വന്ന് പിടിച്ചു. ഹാവച്ചന്റെ ബീസ്റ്റിനെ കണ്ടാണ് എല്ലാവരും ഓരോന്നും പറയുന്നത്. അതുപോലെ വാങ്ഷിയോട് നീ എന്താ കാണിക്കുന്നത്, ഇത്തരം ഒരു സ്കില്ല് അത് ലെവൽ 5 ആയി നിനക്ക് പൂർണ്ണമായിട്ടും കഴിയുന്നതാണോ എന്ന് പറയുമ്പോൾ തന്നെ അവളുടെ ബോധം പോയി. ഹാവച്ചൻ ജയിച്ചു എന്ന് തിരിച്ചു പറഞ്ഞിട്ട് അവൻ ടോപ്പ് 16 കയറി. അവളാണ് ജെയിന്റ് ഗോഡ് സ്പിരിറ്റ് ഷീൽഡിന്റെ പാരമ്പര്യത്തിലുള്ളത്, അവൾക്കൊന്നും പറ്റാൻ നോക്കണം എന്ന് പറഞ്ഞ് കൊണ്ടുപോയി. അങ്ങനെ അതവിടെ കഴിഞ്ഞു. അവൻ ടോപ്പ് 16 കയറി. മാസ്റ്ററിനോട് ഈ കാര്യം പറയുമ്പോൾ മാസ്റ്ററിനും ഷോക്ക്. എന്നാൽ അവൾക്കത് കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല. മാസ്റ്റർ അതിന് ലെവൽ 5 അത് അത്ര ഉപയോഗിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ കൂടി അത് അത്ര സിമ്പിൾ അല്ല. എങ്കിൽ അവളത് പുഷ് ചെയ്തു. അവളുടെ സ്ട്രെങ്ത് ഫ്യൂച്ചറിൽ ഇമാജിൻ ചെയ്യുന്നതിന് തുല്യമല്ല, അത്രയും പാടാണ്. എന്നാൽ നിനക്ക് ഇപ്പോഴുള്ള സ്കോഡിന് അവൾ സൂട്ടബിൾ ഇല്ല. അപ്പോഴാണ് ഒരു സൗണ്ട്. നോക്കുമ്പോൾ ഹാന്യു പേരൊക്കെ മാറിപ്പോൾ ഹാന്യു വരുന്നത്. അവന്റെ മുഖം കണ്ട ഹാവച്ചനെ അടിക്കാനായിട്ട് വരുന്നത് പോലെയാണ്. എങ്കിലും അവന്റെ മുൻപിൽ വന്നിട്ട് മുട്ടുകുത്തി സോഡ് കുത്തി ഞാൻ ഹാവച്ചന്റെ ഗാർഡായിട്ട് അത് നൈറ്റ് ഗാർഡായിട്ട് സമ്മതമാണ്. അത് കേട്ട് അവനും എന്തോന്ന് ആലോചിക്കുന്നുണ്ട്. അതിനുശേഷം ഹാനുവിന്റെ ഫ്ലാഷ് ബാക്ക് അത് ആലോചിക്കുന്നുണ്ട്. അവന്റെ അച്ഛൻ അമ്മ ഒരു വാറ് കഴിഞ്ഞ് അവന്റെ ബർത്ത്ഡേക്ക് വന്ന് അവന് ഹാപ്പിയായി ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നുണ്ട്. അവന്റെ ഗ്രാൻഡ് പ എവിടെ നിന്നൊക്കെ ചോദിച്ചറിഞ്ഞു. അവന്റെ ലൈഫിൽ അവരായിരുന്നു. അതാലോചിച്ച് ഹാൻകുവാൻ പേരങ്ങനെ തന്നെ ആയിരുന്നു എന്ന് എനിക്ക് ഉറപ്പില്ല. അങ്ങോട്ട് ഹാവച്ചന് വന്ന നീ ഹാനുവിനെ ഗാർഡനായിട്ട് അത് അപ്സെറ്റ് ചെയ്യാനുള്ള കാര്യം അത് ചോദിക്കുമ്പോൾ അവൻ എന്തിനാണ് അപ്പോഴാണ് പറയുന്നത് അതിനുള്ള കാര്യങ്ങൾ പറയുന്നത്. ആ ഒരു ലെവൽ 5 ആണ്. നീയും നിനക്ക് ഒരു ഗാർഡായിട്ട് അവൻ കാണും. ഒരു ഫൈറ്റ് സിറ്റുവേഷനിൽ നിനക്കൊരു ഷീൽഡായിട്ട് നിന്റെ ലൈഫ് സേവറായിട്ട് നിന്റെ കൺട്രോളിൽ ആയിരിക്കും. എന്നാൽ ഹാവച്ചൻ ഒരാളും ജനിക്കുമ്പോൾ മറ്റൊരാളുടെ ഗാർഡാകാനുള്ളതല്ല. അതിന് ഹാനു മാത്രമാണ് എൻ്റെ ഫാമിലിയിലെ എല്ലാം. നിനക്ക് എന്തെങ്കിലും പ്രോബ്ലം ഫേസ് ചെയ്യാൻ വന്ന ഹാൻ ഫാമിലി തന്നെ കാണും. ഹാനു ഇങ്ങനെ ആകാനുള്ള കാരണം അത് പറയുന്നുണ്ട്. അവ ബോർഡറിലെ ആ വാറിൽ നടന്ന ഇൻസിഡൻറ്റ് അതിപ്പോഴും അവനെ അലട്ടുന്നുണ്ട്. അന്ന് നമ്മുടെ അലയൻസിന് ടോപ്പ് 10 ഡീമൺസ് അറ്റാക്ക് ചെയ്തു. അതുകൊണ്ട് ടോപ്പ് 10 പില്ലേഴ്സോ അതിൽ 6ാമത്തെ പില്ലറായ ബിയർ ഡീമൺ ഗോഡ് വാലിവർ
റോയൽ ഡ്രാഗൺ എന്ന ഭാഗത്തിലേക്ക് ഇവിടുത്തെ അറ്റാക്കിൽ തന്നെ നൈറ്റ് ടെമ്പിളിലെ 10,000-ഓളം പേരെ കൊന്നുകളഞ്ഞു. അത് തടയാനായിട്ട് ഹാനിയുടെ അച്ഛൻ അമ്മ അവരെ ഓർഡർ കൊടുത്തിരുന്നു. അന്ന് അവരോട് പെട്ടെന്ന് തന്നെ ആർമി സെറ്റ് ചെയ്ത് പോകാൻ പറഞ്ഞു. അവൻ്റെ അച്ഛൻ പോകാൻ നേരം ഞാൻ നിന്നെ ഡേഞ്ചർ പ്ലേസിലേക്കാണ് വിടുന്നത്, നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ? അതിന് അച്ഛ അടുത്ത ജനറേഷൻ നന്നായിട്ട് പോകണമെങ്കിൽ ത്യാഗം ചെയ്യണം, ഈ വാറ് അവസാനിപ്പിക്കണം, എന്നിലൂടെ കഴിയുമെങ്കിൽ അത് അത്രയും നല്ലത് എന്ന് പറഞ്ഞാണ് പോകുന്നത്. ഈ 2-3 ദിവസം നീണ്ടെന്ന വാറിൽ റോയൽ പ്ലേസ് പിടിച്ചെടുത്തത് എന്ന് തിരിച്ചു വരാൻ അവർക്ക് കഴിഞ്ഞില്ല. അതിനുശേഷമാണ് ഹാനു അങ്ങനെ ആയത്. നിങ്ങളൊരു പാലഡീനാണോ, ഡേഞ്ചറായിട്ട് അവരെ അയച്ച് കൊന്നുകളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് സങ്കടം ദേഷ്യമായി. അതിനുശേഷമാണ് അവൻ്റെ സ്വഭാവം അത് മാറാനായിട്ട് തുടങ്ങി. രാത്രി പകലെന്നില്ലാത്ത അവൻ ട്രെയിനിങ് മാത്രമായിട്ട് 1,00,000 ഡീമൺസിനെ കൊല്ലുക. അവൻ്റെ ഉള്ളിലെ നന്മ അത് കെട്ടടഞ്ഞു. എന്നാൽ അവനൊരു ഹ്യൂമൻ മാത്രമായിട്ട് കഴിയില്ല. ഞാൻ ഒരു പാലഡീൻ, അവർ ഒരു നൈറ്റുമാണ്. എനിക്ക് പേഴ്സണലായിട്ട് മാത്രം ആയിട്ട് ഇവർ പോകാതെ വിടാൻ വരുന്നത് എന്ന് ബാക്കിയുള്ളവരുടെ കഷ്ടപ്പെടുക അത് ഞാൻ എൻ്റെ സെൽഫിഷ്നെസ്സിലൂടെ കളയും. അല്ലാതെ ഞാനൊരു അച്ഛനായിട്ടില്ല, നല്ലൊരു അച്ഛനായിട്ടില്ല, അതുപോലെ ഗ്രാൻഡ് ബേ ആയിട്ടില്ല. ഹാനു ഡീമൺ ഹണ്ട് ട്രയലിൽ നിന്ന് പുറത്തായി. ഇനി ഡീമൺസിനെ കൊല്ലണമെങ്കിൽ അവന് കഴിയില്ല. ഡീമൺ ഹണ്ട് ഗ്രൂപ്പിൽ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ളവർക്കാണ് ത്രോൺ ഓഫ് സീലിന് എടുക്കാനുള്ള യോഗ്യത നേടുക. അവൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് എങ്കിൽ യഥാർത്ഥത്തിൽ അവ ഇങ്ങനെയില്ല. ട്രയലിൽ അങ്ങനെയാണ് ഗ്ലോറി ഓഫ് നൈറ്റിൽ എന്നെ കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് തന്നെ ചോദിക്കുന്നത്, നിനക്ക് അവനെ മാറ്റാൻ കഴിയും, അതിൻ്റെ മുഴുവൻ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കണം, ഇതിനതിൻ്റെ മുൻപിൽ ബെക്ക് ചെയ്യണം എന്ന് പറഞ്ഞ് മുട്ടുത്തുമ്പോൾ ആവശ്യം പെട്ടെന്ന് തന്നെ എഴുന്നേപ്പിച്ച് എന്താ കാണിക്കുന്നത്, നിങ്ങളെ എന്നിൽ ഇത്രയും വിശ്വസിക്കുന്നെങ്കിൽ ഞാൻ വാക്കരാം, ഞാൻ എൻ്റെ ബെസ്റ്റ് കാണിക്കും. അത് കഴിഞ്ഞ് ഗാർഡിനായിട്ട് കോൺട്രാക്ട് അത് ചെയ്യുന്ന പ്ലേസിലേക്ക് പോകാൻ നിൽക്കണം. അടുത്ത 5 വർഷം മാസ്റ്ററായിട്ട് വരുന്ന ആളുടെ ഓർഡർ ഒബേ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ജനിച്ചത് സാക്രിഫൈസ് ചെയ്യാൻ, ജീവിക്കുന്നത് പ്രൊട്ടക്റ്റിനായിട്ട്. അതൊക്കെ സമ്മതമാണോ? അവന് മുൻപോട്ട് വന്നിട്ട് ആ സോഡ് പിടിച്ചിട്ട് മാസ്റ്ററിൻ്റെ ഷീൽഡായിട്ട് ഞാൻ മാത്രം ആയിട്ട് മാറും എന്ന് പറഞ്ഞു നിൽക്കുന്ന ഹാവച്ചനെ അതുപോലെ ഓരോന്നും പറയുന്നുണ്ട്. നേരായ വഴിക്ക് കൊണ്ടുപോകാൻ, ഡീമൺസിനെ കൊല്ലുമ്പോൾ എല്ലാവരും പ്രൊട്ടക്റ്റ് ചെയ്യാൻ, അതൊക്കെ അവൻ്റെ ബ്ലഡ് കൊടുത്ത മാസ്റ്ററായിട്ട് എന്ന പോലെ ഹാൻക്വാൻ സോഡ് ഉപയോഗിച്ച് അവിടെ കുത്തി നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി മറക്കരുത്, ജീവിക്കുന്നത് അലയൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ. അവരതുപോലെ തന്നെ ഏറ്റു പറയുന്നു. അവരുടെ കയ്യിലൊരു സിമ്പൽ വന്ന് ഞാൻ എടുത്ത ചോയ്സ് അത് മിസ്റ്റേക്ക് ആയില്ല എന്ന സമാധാനമാണ് ഹാനുക്വാൻ. എന്നാൽ പെട്ടെന്നാണ് ഹാനു അവനെന്തോ പറ്റുന്നത് പോലെ അവനെ പിടിച്ച് ഹാവച്ചൻ കാര്യം ചെയ്തപ്പോൾ അവൻ്റെ ലൈറ്റ് എനർജി അത് പെട്ടെന്ന് ഇല്ലാതാകുകയാണ്. അങ്ങനെ നിൽക്കുകയാണ് ആ ഒരു സ്ട്രോങ് ആയ ലൈറ്റ് വന്ന് കൊണ്ടുപോകുന്നത്. അതെന്താണെന്ന് ആർക്കും മനസ്സിലായില്ല. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. അവരെങ്ങോട്ടാണ് കൊണ്ടുപോയെന്ന് പോലും അറിയില്ല. അപ്പോൾ അതൊക്കെ അടുത്ത എപ്പിസോഡ് കാണാം. ബൈ.